ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ തന്നെ അമ്പലത്തിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മളവിടെ അടുത്തുള്ള ഒരു തലക്കശ്ശേരി അമ്പലം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം കുറച്ച് ധൃതിയാണ്. ഇനി നമുക്ക് പാക്ക് ചെയ്യണം. എന്താണെന്നല്ലേ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്, നമ്മളിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോവാണ്. ഇന്നത്തെ ദിവസം നമ്മൾ നിൽക്കാൻ പോവാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിറങ്ങി നാളെ നമ്മൾ വരുന്നു. അങ്ങനെ ഒരു ഫുൾ ഡേ നമ്മൾ ഗുരുവായൂർ അമ്പലം കുറേ കാലമായി വിചാരിച്ചിട്ട് കേട്ടോ. ഞാൻ ആ ഡാൻസ് കളിച്ച സമയത്ത് പോയി നിന്നത്. അപ്പോൾ കുറേ കാലം രംഷേട്ടനൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് നമ്മളെ അച്ഛനമ്മ, പിന്നെ ഗീതു, ജയൻ്റെ അച്ഛനും അമ്മ, കുട്ടികൾ, പിന്നെ രംഷേട്ടൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ എല്ലാവരും കൂടിയിട്ടാണ് ഇന്ന് പോണത്. ഇന്ന് മെയിനായിട്ട് പോകാനുള്ള കാരണം കൃഷ്ണനാട്ടം കളി നമ്മൾ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കൃഷ്ണനാട്ടം കളി ഉണ്ടായത് 11-11:30 തുടങ്ങുള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. തൊഴാൻ നമ്മളെല്ലാ പ്രാവശ്യം പോകാറുണ്ട്, പക്ഷെ നിൽക്കൽ നമ്മളങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ. അപ്പം ഞാൻ രാവിലത്തെ എൻ്റെ ഈ സാരി ഇങ്ങനെ ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത്. ഒരു 600 റേഞ്ചേ ഉള്ളൂ കേട്ടോ. ഇത് ഗുരുവായൂർക്ക് എടുക്കണമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പിന്നെ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊന്നും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഒരു വിഷു ടൈപ്പ് സാരി വാങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഒരു മഞ്ഞ കളറ്. അതും ഞാൻ എന്തായാലും ഷോർട്സിൽ ഞാൻ എന്തായാലും ഇടാം. ഈ പ്രോഡക്റ്റ് ഞാൻ എന്തായാലും ടാഗ് ചെയ്യാം. ഭയങ്കര ഭംഗിയെന്ന് പറഞ്ഞാൽ ഭംഗിയല്ല, ഈ സുഖം. എന്തൊരു സുഖം, ഒട്ടും ചൂടില്ല. ചൂട് കാലത്ത് നിങ്ങൾക്ക് വിഷുവിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല, കാരണം അത്ര ഡിമാൻഡാണ് കേട്ടോ. ഇതെന്നെ കണ്ടോ, നല്ല ഭംഗിയല്ലേ. മെയിൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഗീതു ഇത് കണ്ടിട്ട് പറഞ്ഞു അവൾക്ക് വേണം ഇതെന്തായാലും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും നല്ല അടിപൊളി സാരിയാണ്. ഞാൻ എന്തായാലും ടാഗ് ചെയ്യാം കേട്ടോ. അത്രയും സുഖം. മൾക്കോട്ടനാണ്, നല്ല സോഫ്റ്റാണ്, അടിപൊളിയാണ്. ഇപ്പോൾ ഗുരുവായൂർ അമ്പല നടയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഗുരുവായൂർ നിൽക്കണം എന്നുള്ളത് കുറേ കാലത്തെ ആഗ്രഹമാണ്. അന്ന് ഡാൻസ് ഉണ്ടായിരുന്ന സമയത്താണ് നമ്മളിതുപോലെ തലേദിവസം രാത്രിക്ക് നിന്നത്. അതുമാത്രമല്ല ഇന്ന് നമുക്കിവിടെ കൃഷ്ണനാട്ടം കളി നമ്മൾ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമുണ്ട്, തൊഴണം. അപ്പോൾ ഇന്നും നാളെയും നമ്മൾ ഗുരുവായൂരായിരിക്കും. യെസ്, അതിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും നമുക്ക് വീഡിയോ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ പുറത്തുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം പറ്റുന്ന പോലെ എടുക്കാം കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാവരും ഉണ്ട്. ഞാൻ, രംഷേട്ടൻ, അച്ഛൻ, അമ്മ, പിന്നെ രംഷേട്ടൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട്. അമ്മമ്മ അല്ലേ, കാരണം ഇന്നലെയാണ് അവർ ഇന്നലെ എത്തിയിട്ടേ ഉള്ളൂ. 10-12 ദിവസത്തെ മധുര വൃന്ദാവൻ യാത്രയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയും കുട്ടികളും അമ്മയും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ജയനും ഗീതും അവർ തൃശ്ശൂരാണോ, അവർ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ജയൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും ഇന്നും നാളെ ഇവിടെ ഉണ്ടാവും കേട്ടോ. ഈ 2 ഡേയ്സ് നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. പക്ഷേ ഓരോരുത്തർ ഓരോ സമയത്ത് പല വഴിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർ എത്തിയിട്ടില്ല. അപ്പോൾ അവരൊക്കെ എത്തിയിട്ട് അതിനനുസരിച്ച് തൊഴിലും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അറിയാലോ അവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങ് ഒരുപാട് അങ്ങനെ റീൽസും വീഡിയോസും ഒന്നും അങ്ങനെ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുത്തു. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് മൊബൈൽ അലൗഡ് അല്ലല്ലോ. ഇനി ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം നമുക്ക് തൊഴാനും കാര്യങ്ങൾക്കും ഒക്കെ പോകാൻ കേട്ടോ. നല്ല അടിപൊളി ദർശനം കിട്ടി. എന്താ പറയുക, തീരെ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. തീരെ തിരക്കുണ്ടായിരുന്നില്ല എന്നല്ല, നമുക്ക് ആ ഒരു ദീപാരാധനയുടെ സമയത്ത് കുറച്ച് അടച്ചിട്ട് നമ്മൾ പുറത്തേക്കേണ്ടി വന്നു ഒരു മണിക്കൂർ. പക്ഷെ ഉള്ളിൽ കയറിയിട്ട് അല്ലേ സൂപ്പറായിട്ട് തൊഴുതു. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇത്ര അടിപൊളിയായിട്ട് കുറേ കാലമായി തൊഴുതിട്ട്. തിരക്കും ഭയങ്കര കുറവാണ്. നല്ല സമാധാനമായിട്ട് ശാന്തമായിട്ട് തൊഴുതു. നല്ല ദർശനം കിട്ടി. യെസ്, നല്ല സന്തോഷമായി. ഇനി നമുക്ക് ഭക്ഷണം, ഇപ്പം സമയം 7:45. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. നമ്മളെ കൃഷ്ണനാട്ടം കളി ഉണ്ടെന്ന്, അപ്പം അതിനുള്ളിലേക്ക് പോകണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇനി ബാക്കി നാളെ പറ്റുമെങ്കിൽ, ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അല്ലേ ഒന്നെങ്കിൽ നിർമ്മാല്യോ പാകച്ചാർത്തോ എന്തെങ്കിലുമൊക്കെ നമുക്ക് തൊഴണം എന്നുണ്ട്. ഗുരുവായൂർ വന്ന് നല്ല മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ച് നടന്നപ്പോൾ നല്ലൊരു പണി കിട്ടുന്നുണ്ട്. നമ്മുടെ യുദ്ധം എല്ലായിടത്തും ബാധിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നാട്ടിൽ വന്നതിൻ്റെ ശേഷം തന്നെ ഫസ്റ്റ് ഡേ കിട്ടിയോണ്ട് ഇപ്പോൾ കുറേ മെനു കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോയ 1-2 സ്ഥലത്തൊന്നും ദോശയൊന്നുമില്ല. അവർ പറഞ്ഞ 1-2 വിഭവമേ ഉള്ളൂ. ഗ്യാസ് അതിഭീകരമായി ബാധിക്കുന്നുണ്ട് അല്ലേ. എല്ലാവർക്കും ദോശ അന്വേഷിച്ച് നടക്കണ ഒരു രാത്രി മിക്കവാറും പട്ടിണിയാവും. ഗുരുവായൂർ വന്ന് പട്ടിണി കിടക്കേണ്ട ഒരു ഭഗവാനെ. ദോശയുണ്ട് പക്ഷെ സീറ്റില്ല. ഫൈനലി എന്നാലും വേണ്ടില്ല.
അങ്ങനെ ഞങ്ങൾ പറഞ്ഞ പോലെ 2-3 സ്ഥലത്ത് പോയിട്ട് ഫൈനലി നമുക്ക് ഈ പഴയിടത്ത് മാത്രമാണ് കേട്ടോ ദോശ കിട്ടിയുള്ളൂ. സത്യം പറഞ്ഞാൽ ഗുരുവായൂർ ഇങ്ങനെ ദോശയ്ക്കൊക്കെ ഇത്ര ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇത്രയും പേരാണ് വന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഗീതും ജയനും ജയൻ്റെ അച്ഛനും അമ്മയൊക്കെ അവിടുന്ന് പുറപ്പെട്ടത് വേറെ ടൈമിലായിരുന്നു. മിത്തുക്കുട്ടി അവരുടെ കൂടെ ആയിരുന്നു കേട്ടോ തൃശ്ശൂർ 2-3 ദിവസമായിട്ട്. അപ്പം മിത്തു ഇപ്പോഴത്തെ ഇതിൽ നമ്മുടെ കൂടെ ഇല്ല. അപ്പം ഞങ്ങൾ തൊഴുത് ഭക്ഷണമൊക്കെ കഴിച്ചു. അവരവിടെ ആക്ച്വലി ക്യൂവിൽ നിൽക്കുകയാണ് തൊഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെ കാത്തൊന്നും ശരിയാവില്ല. അപ്പോൾ അവരവരുടെ വഴിക്ക് എപ്പോഴാച്ചാൽ ഭക്ഷണം കഴിച്ച് വന്നോട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ നമ്മുടെ വഴിക്ക് അടിപൊളി മസാല ദോശയും ഗീ റോസ്റ്റും. അപ്പോൾ ഞാൻ മസാല ദോശയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. കുറച്ച് എന്താ പറയുക, ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. കാരണം ഗീതും ജയനൊക്കെ തൊഴുതിട്ട് അവർ വരുമ്പോഴേക്കും നമുക്ക് റൂമിലേക്ക് എത്തിയാൽ മതിയല്ലോ. രാത്രിത്തെ വൈബ് ഭയങ്കര രസമാണ് ഗുരുവായൂർ. ഈ ഷോപ്പിങ്ങിന് വേണ്ടി മാത്രമാണ് നമ്മൾ രാത്രി നിൽക്കുന്നത് തന്നെ. അപ്പം ഞങ്ങളിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. വിഷുവിന് വേണ്ടിയിട്ട് ഞാൻ പറയില്ലേ, ഓരോ പ്രാവശ്യം വിഷുവിന് ഓരോ സാധനങ്ങൾ നമുക്ക് മിസ്സിങ് ആവും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുതൽ ഇങ്ങനെ ഈ വാൽക്കണ്ണാടി ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ വെക്കണ ഈ കണ്ണാടി ഇല്ലാത്ത വാൽക്കണ്ണാടി അഷ്ടമംഗല്യത്തിലൊക്കെ ഇല്ലേ, അതിൻ്റെ വലുതൊന്ന് വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ രംഷയുടെ എന്തോ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് വാങ്ങി അല്ലേ, ഒരു കൃഷ്ണ വിഗ്രഹം വാങ്ങിച്ചു. ഇപ്പോൾ സമയം രാത്രി 10 മണി കേട്ടോ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി നമുക്ക് കൃഷ്ണനാട്ടം കളി തുടങ്ങാൻ 11 മണി കഴിയും. അതുവരെ ഇവിടേക്ക് ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുക. നല്ല വൈബല്ലേ, നൈറ്റ് വൈബ് ഇൻ ഗുരുവായൂർ. ഈ വൈബിനെ വെല്ലാൻ ഒരു വൈബും ഇല്ല. ഫ്രിഡ്ജ് മാഗ്നറ്റ്. അങ്ങനെ ഗുരുവായൂർ വന്നിട്ട് വാങ്ങിയത് കേരളത്തിൻ്റെ കഥകളിയും അതുപോലെ തന്നെ സദ്യയുടെയും ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ് കേട്ടോ. അപ്പോൾ സംഭവം നമ്മൾ പല സ്ഥലങ്ങളിലുണ്ടെങ്കിലും കേരളത്തിൻ്റെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ഇല്ല എന്നുള്ള കാര്യം പിന്നെയാണ് ഓർത്തത്. അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ചു. കണ്ട് ഈ ഒരു ഷോപ്പിൽ എന്തോരം എന്താ പറയുക, എത്ര വളരെ നല്ല കോസ്റ്റ്ലിയാണ്, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള നമ്മുടെ സ്വർണം പോലെ തോന്നിക്കുന്ന വളയും കമ്മലും മാലയും. ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും വാങ്ങിയില്ല, പക്ഷെ എനിക്ക് വാങ്ങണമെന്നില്ല കേട്ടോ. ഗുരുവായൂർ നടക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറയും. അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ? വാങ്ങിയിട്ടില്ലെങ്കിലും അതുകൂടെ നടക്കുമ്പോൾ തന്നെ ഫുള്ള് വാങ്ങിച്ച ഒരു ഫീലും ഫുൾ മനസ്സ് നിറയുന്നൊരു ഫീലുമാണ്. അങ്ങനെ ഇന്നത്തെ ഗുരുവായൂർ കറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം ഏകദേശം 10:45. അപ്പോൾ കൃഷ്ണനാട്ടം കളി തുടങ്ങാൻ ഇന്ന് ലേറ്റ് ആകുമ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വിളക്കുള്ള ദിവസമാണ്. അല്ലെങ്കിൽ നമുക്ക് 9:30-10 മണിയാകുമ്പോഴേക്കും നട അടയ്ക്കും. പക്ഷെ ഇന്ന് വിളക്കുള്ള ദിവസമായ കാരണം അവിടെ ഗംഭീര കൊട്ടലും പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഒരു 11:30 ആവും കഴിയാൻ. അപ്പോൾ 11:30-ക്ക് ശേഷമാണ് കേട്ടോ കൃഷ്ണനാട്ടം കളി. അപ്പം ഞങ്ങൾ എന്തായാലും വന്നിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി. അമ്മമാരൊക്കെ അവിടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു രമേശേട്ടൻ്റെ അമ്മയും എൻ്റെ അമ്മയും ജയൻ്റെ അമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ ജയനെയും മിത്തുവിനും ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. മിത്തുക്കുട്ടി ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസമായിട്ട് തൃശ്ശൂരായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ വന്ന് മിത്തുവിനൊന്നും കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഇതുവരെ എത്തിയിട്ടില്ല. അവർ കുറച്ച് ലേറ്റായി എത്താൻ. അപ്പോൾ അവർ തൊഴുത് അവർ ഭക്ഷണം കഴിക്കാൻ പോയി. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലെത്തി. അപ്പം ഞാനും രമേശേട്ടനൊക്കെ ഇനി ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒരു 11:30-ക്ക് പോവാം എന്നാണ് വിചാരിക്കുന്നത്. ഒരു 3 മണിക്കൂറൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഒരു 2 മണിക്ക് ഉണ്ടാവും കഴിയാൻ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നിക്കുകയാണ്. അമ്മമാർ അവിടെ തന്നെ ഇരുന്നു. അവർക്കിത് ഭയങ്കര ഹാപ്പിയായ ദിവസമാണ്. കാരണം ഓൾറെഡി അവരിതൊക്കെ കാണാൻ വേണ്ടി വന്നു. പ്ലസ് കൂട്ടത്തിലൊരു ബോണസ് പോലെ ഇന്ന് വിളക്കും കാര്യങ്ങളും തൃപ്പുക തൊഴാനും കുറേ കാര്യങ്ങളൊക്കെ എല്ലാം കാണാൻ വേണ്ടി അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. ഞങ്ങൾ കുറേ കറങ്ങി കുറേ ഷോപ്പിംഗ്. ഞാൻ അധികം ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല, പക്ഷേ ഷോപ്പിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി. ഇനിയിപ്പോൾ സാരി ഒന്നും വേണ്ട, അതിൻ്റെ ഉള്ളിലല്ലേ. നട അടച്ചതിന് ശേഷമാണല്ലോ കൃഷ്ണനാട്ടം കളി ഉണ്ടാവാം. അപ്പോൾ അത് ഒന്ന് കാണാം. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണും. എനിക്ക് എൻ്റെ ഓർമ്മയിൽ കൃഷ്ണനാട്ടം കളി കണ്ടിട്ടില്ല. രമേശേട്ടനെ കണ്ടിട്ടുണ്ട് പറഞ്ഞു, പക്ഷെ ചെറിയ കുട്ടിയാകുമ്പോഴേക്ക്. അപ്പോൾ അതെന്തായാലും ഒന്ന് കാണണം. അങ്ങനെ കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ് ഈ ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെ നിൽക്കുക. പണ്ട് ചെറിയ കുട്ടിയാകുമ്പോൾ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ നിന്നിട്ട് പിന്നെ ഞാൻ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ നിന്നത് എൻ്റെ ഡാൻസിൻ്റെ. ഇപ്പോൾ ഡാൻസൊക്കെ ഓർമ്മ വരാം. തലേ ദിവസം 2 മണിക്ക് എണീറ്റ് മേക്കപ്പ് ഒക്കെ ചെയ്തതൊക്കെ ഓർമ്മ വരാം. നമ്മുടെ വ്ളോഗിലുണ്ടായിരുന്നു. പിന്നെ ഈ രമേശേട്ടൻ്റെ കൂടെ പറഞ്ഞ പോലെ എല്ലാവരും കൂടെ നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെന്തായാലും ഇപ്രാവശ്യമാണ് അല്ലേ അതിനുള്ളൊരു സമയം വന്നത്. ഗുരുവായൂർ ഒരു വൈബാണ്, ഗുരുവായൂർ ഒരു ഇമോഷനാണ് എന്ന് വേണമെങ്കിൽ പറയാല്ലേ. ഇത് ഭയങ്കര രസമാണ് അവിടെ നിൽക്കുമ്പോൾ. അതും ഏറ്റവും എന്താണെന്ന് വെച്ചാൽ ഇന്ന് തിരക്ക് ഭയങ്കര, ഉത്സവമൊക്കെ കഴിഞ്ഞപ്പോൾ എക്സാമൊക്കെ ആയ കാരണം ഭയങ്കര അടിപൊളിയായിട്ട് തൊഴുതു എന്ന് പറഞ്ഞാൽ അവിടെ എത്ര നേരം നിന്നത്. ശരിക്കും നല്ലോണം തൊഴുതു. നല്ല രസം. ഇന്ന് അവിടെ അങ്ങനെ തിരക്കും ബഹളും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഭയങ്കര ശാന്തമായിരുന്നില്ലേ. അമ്പലത്തിൽ ഞങ്ങൾ മൊബൈൽ ഇവിടെ വെച്ചിട്ടാണ് പോവുക. കാരണം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. അവിടെ ക്ലോക്ക് റൂമിലും വെക്കാൻ പറ്റില്ല. നാടടച്ച ക്ലോക്ക് റൂം അടയ്ക്കുമ്പോൾ ഇവിടെ വെച്ചിട്ടാവും നമ്മളിനി പോകും. അപ്പം ഈ വീഡിയോസ് ഒന്നും കിട്ടും തോന്നുന്നില്ല കൃഷ്ണനാട്ടം കളിയൊക്കെ. ഇനി ബാക്കി നാളെ രാവിലെ നമ്മുടെ വീഡിയോസ്. ഹലോ, ഗുഡ് മോർണിംഗ്. പിന്നെയും നമ്മൾ ഗുരുവായൂർ അമ്പല നടയിൽ. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ വൈകുന്നേരം വന്നു, സുഖമായി തൊഴുതു. അത് കഴിഞ്ഞ് കൃഷ്ണനാട്ടം കളി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എത്താൻ 2 മണിയായി കേട്ടോ. കൃഷ്ണനാട്ടം കളി കഴിഞ്ഞിട്ട് നല്ല രസമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. ഭയങ്കര രസമായിരുന്നു. ഒരു 2-3 മണിക്കൂർ ഉണ്ടായിരുന്നു.
നല്ല രസമായിരുന്നു. അതെന്താ പറയുക, ഓരോ ദിവസവും ഓരോരോ ഇതാണ്. ഇന്നലെ വിവിധവതായിരുന്നു. പിന്നെ ഒരു ദിവസം സ്വർഗാരോഹണം, ഒരു ദിവസം കാളിയമർദ്ദനം, അങ്ങനെ 8 ദിവസം 9 ദിവസമായിട്ട് 9 കഥകളായിട്ടാണ് അവതരിപ്പിക്കുക. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും മിത്തൊക്കെ ഇരുന്ന് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലല്ല റൂമിലെത്താൻ 2:30. ഇപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ നമ്മൾ നിർമ്മാല്യം ഇതിനൊന്നും നിന്നില്ല, കാരണം ഓൾറെഡി 2:30. പിന്നെ ഇന്നലെ ഫുള്ള് ഇങ്ങനെ നിന്ന് തൊഴുതതല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് ഇതായി അമ്പലത്തിലൊന്ന് പോയി നോക്കുകയാണ്. ഇന്ന് മമ്മിയൂർ അമ്പലത്തിലും തൊഴണം. ഇന്നിപ്പോൾ ഉള്ളിൽ കയറാൻ പറ്റുമോ, ഏറ്റവും ഉള്ളിൽ കയറാൻ പറ്റുമോ എന്നറിയില്ല, കാരണം ഇന്ന് 30 വ്യാഴാഴ്ചയായ കാരണം നല്ല തിരക്കുണ്ട്. പക്ഷെ നമുക്ക് ഇന്നലെ ഭാഗ്യത്തിന് അത്ര തിരക്കില്ല, അത് സുഖമായിട്ട് തൊഴാൻ പറ്റി കേട്ടോ. ഇന്ന് നല്ല തിരക്കുള്ളതുകൊണ്ട് ഏറ്റവും ഉള്ളിൽ കയറാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എന്നാലും മമ്മിയൂർ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി എല്ലാ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാമെന്നാണ് പരിപാടി. അങ്ങനെ ഇതേ നമ്മൾ മമ്മിയൂർ അമ്പലത്തിലേക്ക് എത്തി. ഗുരുവായൂരപ്പനെ തൊഴുതാൽ മമ്മിയൂരും തൊഴണം എന്നുള്ളതാണ്. അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ നമുക്ക് അത് ചെയ്യണം കേട്ടോ. പിന്നെ തൊട്ടടുത്താണ്, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ നമുക്ക് മമ്മിയൂർക്ക്. അങ്ങനെ നമ്മൾ മമ്മിയൂർ തൊഴുതു. ഇവിടെ തിരക്കില്ല കേട്ടോ, സുഖമായി തൊഴാൻ പറ്റി. ഇനി നമ്മൾ പിന്നെയും ഗുരുവായൂരപ്പനെ പോവാണ്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ സമയം 9 മണി, ഫുഡൊക്കെ കഴിച്ച് നമുക്ക് പിന്നെ ഇനി ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വേണമെങ്കിൽ കറങ്ങാം, ഷോപ്പിംഗ് ചെയ്യാം പിന്നെയും, എന്നിട്ട് വീട്ടിൽ പോവാം. അത്രയേ ഉള്ളൂ ഇന്നത്തെ പ്ലാൻ. അങ്ങനെ രാവിലെയാണ് നമ്മളിതേ ഗീതുനെയും ജയനെയും മിത്തുക്കുട്ടീനെയും നിക്കിനെയും ഇവരെല്ലാവരെയും കണ്ടുമുട്ടിയത്. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് മമ്മിയൂർക്ക് പോയത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അമ്മമാരൊന്നും പിന്നെ അമ്പലത്തിലെത്തിയാൽ നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. അവരെല്ലാം പല വഴിക്കാണ്, പല സ്ഥലങ്ങളിലേക്കാണ്. രാവിലെ അവരൊക്കെ 4 മണിക്ക് എണീറ്റ് പോയി. നമ്മൾ 4 മണിക്കൊന്നും എണീറ്റില്ല. അവർ സീനിയർ സിറ്റിസൻ്റെ ക്യൂവിൽ പോയി സുഖസുന്ദരമായി തൊഴുത്. അത് കഴിഞ്ഞ് അവരുടെ ഗുരുവായൂരപ്പൻ്റെ അന്നദാനം പ്രസാദം, രാവിലത്തെ ഇഡ്ഡലിയും അതൊക്കെ അവർ ക്യൂ നിന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഉച്ചക്കിലത്തെ ക്യൂ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എല്ലാവരും ആ സമയത്ത് ഒരുമിച്ച് റെഡിയായി അമ്പലത്തിലൊക്കെ പോയി. ഇനി ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോവാണ്. കാരണം ഞങ്ങൾ ക്യൂ ഒക്കെ നിൽക്കുമ്പോഴേക്കും 8 മണി വരെയുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതൊക്കെ പിള്ളേരൊക്കെ എണീറ്റൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവില്ല. അപ്പോൾ അതൊന്നും കിട്ടിയില്ല. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ പിന്നെ ഹോട്ടലിലെ ഫുഡാണ് വേണ്ടതും. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് 30 വ്യാഴാഴ്ച കാരണം അത്യാവശ്യം തിരക്കുണ്ട്. രാവിലത്തെ ക്യൂ അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇന്നലെ തൊഴുതുകൊണ്ട് നമുക്ക് ഓക്കെ. ഇന്ന് രാവിലെ ആണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ, കണ്ടോ എന്താ തിരക്ക് നോക്കിയാൽ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നമുക്ക് പോകാൻ പറ്റിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. ഞങ്ങൾ രാത്രി കൃഷ്ണനാട്ടം കളി കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ അവിടെ നിർമ്മാല്യത്തിനും വാകചാർത്തിനുള്ള ക്യൂ ഓൾറെഡി തുടങ്ങിയിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇന്ന് നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എന്തോ നമ്മുടെ ലക്കിന് നമുക്ക് തലേദിവസം നല്ല സുഖസുന്ദരമായി തൊഴാൻ പറ്റി. ഇന്നും നമ്മൾ പഴയിടത്തിൽ തന്നെയാണ് പോണത്. രാവിലെ അത്യാവശ്യം നമുക്ക് കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ചിലപ്പോൾ എല്ലായിടത്തും ദോശയൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ നമ്മൾ ഇന്നലെ പോയ സ്ഥിതിക്ക് പിന്നെ നമ്മൾ റിസ്ക് എടുക്കാൻ തന്നില്ല. ഇന്ന് രാവിലെയും ഞങ്ങളെല്ലാവരും കൂടെ പോയി എഗെയിൻ ഞാൻ ഇന്നൊരു ഊത്തപ്പ കഴിച്ചു. എനിക്ക് മസാല ദോശ അധികം കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. അവിടുന്ന് നല്ല കാപ്പിയും ദോശയും ഒക്കെ കഴിച്ചതിന് ശേഷം അടപ്രഥമൻ, പായസം നല്ലതാണല്ലോ, അപ്പോൾ പായസം കൂടെ ചോദിച്ചപ്പോൾ അടപ്രഥമൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ നേരത്തെ. കാരണം അതൊക്കെ കഴിച്ച് പിന്നെയും നമ്മളൊരു ചെറിയ ഷോപ്പിങ്ങിന് പോകാൻ കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ അടുത്ത് എല്ലാവരും സാരി എവിടെ നിന്ന് വാങ്ങിയെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഗീതുവിൻ്റെ സാരിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് എക്സിബിഷന് വാങ്ങിയതാണ്. അപ്പോൾ പറ്റാവുന്ന എല്ലാവരും സാരി ഉള്ളതൊക്കെ ഞാൻ എന്തായാലും ടാഗ് ചെയ്യാം കേട്ടോ. എൻ്റെ ഓൺലൈനിൽ കുറച്ച് മുന്നേ വാങ്ങിയതാണ്, ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഉള്ള സാരികൾ, ഫസ്റ്റ് മുതലുള്ള സാരികളൊക്കെ നമ്മൾ എന്തായാലും ടാഗ് ചെയ്തിട്ടുണ്ടാവും. ഇല്ലാത്തതാണെങ്കിൽ അത് ഉണ്ടാവില്ല എന്നാണ് കേട്ടോ. അപ്പോൾ ഗുരുവായൂർ വന്നാൽ അത് ഫോട്ടോ എടുക്കാതെ ഇങ്ങനെ പോകാൻ അമ്മമാരൊന്നും പിന്നെ നോക്കണ്ട. ഇങ്ങനെ എപ്പോഴും പറയണ പോലെ അവരൊക്കെ അവരുടേതായ വഴിയിൽ എവിടേക്കോ ആണ് കേട്ടോ. ഞങ്ങളിത് ഒരുമിച്ച് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന കാരണം കിട്ടി. അമ്മമാരൊക്കെ എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അന്നദാനം 10 മണിക്ക് ക്യൂ നിന്നിട്ട് അന്നദാനവും കഴിച്ചു. അവർ ഗുരുവായൂർ അമ്പലത്തിൽ നല്ല രസകാളനൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അതൊക്കെ മിസ്സായി, സാരമില്ല. അപ്പം മിത്തുക്കുട്ടിക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം. ഇന്നലെ മിത്തുക്കുട്ടീനെ കണ്ടില്ലല്ലോ, അപ്പോൾ അവൾക്ക് കുറച്ച് കമ്മലും കാര്യങ്ങളൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞ് അതൊക്കെ വാങ്ങാനുള്ള ഒരു തിരക്കിലായിരുന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ തലേദിവസവും പിറ്റേ ദിവസവും ഒക്കെ കംപ്ലീറ്റ് ഷോപ്പിംഗ് തന്നെ ഷോപ്പിംഗ്. എന്നാൽ ഞാൻ അധികം അങ്ങനെ ഷോപ്പിംഗൊന്നും ചെയ്തില്ല. എനിക്ക് ഇവിടെ നിന്ന് നടക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം നമ്മുടെ വ്ളോഗിലൂടെ ഗുരുവായൂർ അമ്പലം കാണാൻ സാധിച്ച ഒരുപാട് പേരുണ്ടാവും. കുറേ കാലമായിട്ട് വരണം എന്ന് ആഗ്രഹിച്ച പേരുണ്ടാവും. അപ്പോൾ ഇന്നവരെ വരാത്തവർക്കും വരണം എന്ന് കുറേ കാലമായി ആഗ്രഹിച്ചവർക്കൊക്കെ എത്രയും പെട്ടെന്ന് വരാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മമാരൊക്കെ രസകാലം കഴിച്ചിട്ട് ഇതേ വന്നിരിക്കുകയാണ്. ഉണ്ണിക്കണ്ണം കണ്ട ഫ്ലോട്ട് വായിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഹോട്ടലിലെത്തി. ഇനി എല്ലാവരും പല വഴിക്ക് പിരിയാണ്. ഡ്രസ്സൊക്കെ മാറ്റി, സാരിയൊക്കെ മാറ്റി, രാവിലത്തെ തൊഴിലൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ്. ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സമയം 11:30. ഇന്നലെ വൈകിട്ട് 3 മണിക്ക് പോകുന്നതാണ് വീട്ടിൽ നിന്ന്. ഇപ്പോൾ സമയം 11:30. നല്ല അടിപൊളിയായിരുന്നു. ഓരോരുത്തരും ഓരോ വഴിക്ക്. ഇപ്പം ജയനും എല്ലാവരും ഓരോ വഴിക്കും അല്ല, പലരും ഇന്നലെ ഇപ്പൊ ഗീതും ജയനൊന്നും നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല. അവരൊക്കെ രാത്രി വന്ന് അവര് വേറെ സമയത്താണ് തൊഴുതത്.
അവർ വേറെ സമയത്താണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഓരോരുത്തരും ഇപ്പം മിത്തും അവിടെ ആയിരുന്നു. അപ്പോൾ അച്ഛനമ്മമാർ വേറെ. അപ്പോൾ ജയൻ്റെ അച്ഛനും അമ്മയും തൃശ്ശൂർക്ക് പോയി. രമേശേട്ടൻ്റെ സിസ്റ്ററും കുട്ടികളൊക്കെ വളാഞ്ചേരിക്ക് പോയി. രമേശേട്ടൻ്റെ അമ്മ ഇപ്പോഴും ഗുരുവായൂർ അമ്പലത്തിലാണ്. അമ്മ നാരായണീയം വായന, ബോംബെയിലത്തെ നാരായണീയം ടീം വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ വായിച്ച് എന്നാണ് എപ്പോഴാണ് ഒഴിവാകുന്നതെന്ന് അറിയില്ല. പക്ഷെ അമ്മമാരൊക്കെ നമ്മുടെ ഇപ്പോൾ രാത്രി 2 മണി കഴിഞ്ഞിട്ട് ജയൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയും രമേശേട്ടൻ്റെ അമ്മയും എല്ലാവരും 4 മണിക്ക് എണീറ്റ് അവർ സീനിയർ സിറ്റിസൺ ഗ്രൂപ്പ് 4:30 പോയി സുഖമായി തൊഴുത് അവർ രാവിലത്തെ പ്രസാദം, അതായത് ഇഡ്ഡലി സാമ്പാറൊക്കെ അമ്പലത്തിലെ പ്രസാദവും കഴിച്ച്, എൻ്റെ അമ്മയൊക്കെ 10 മണിക്ക് ക്യൂ നിന്ന് ഉച്ചക്കിലത്തെ ഭക്ഷണം കഴിച്ചു. രസകാളനൊക്കെ കൂട്ടിയിട്ട് അമ്മയും ജയൻ്റെ അമ്മയൊക്കെ ലഞ്ച്. അമ്മേനെ കണ്ടേ ഇല്ല, അമ്മയൊക്കെ അവിടെ തന്നെ ആയിരുന്നു. അമ്മ ലഞ്ച് അടക്കം കഴിച്ചു അമ്പലത്തിൽ നിന്ന്. അവരൊക്കെ അമ്പലത്തിൽ നിന്ന് പ്രസാദം കഴിച്ചു. നമ്മളിനി ഇത്രയൊന്നും ക്യൂ നിന്നും നമുക്ക് അത്രയ്ക്കൊന്നും ക്ഷമയില്ല. അവർ ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മളെന്താ വെച്ചാൽ രാത്രി ഒന്ന് കുറച്ചു നേരം കിടന്നുറങ്ങി. അപ്പം നമ്മളിനിയിപ്പോൾ അങ്ങനെ പോവുകയാണ്. അങ്ങനെ എന്തായാലും നല്ല രസമാണ് ഗുരുവായൂർ അല്ലേ? ഗുരുവായൂർ ഒരു ഭയങ്കര വൈബാണ്. ഉറക്കമില്ലാത്ത സ്ഥലം എന്ന് പറയില്ലേ? നമ്മൾ 2 മണിക്ക് പോരുമ്പോഴും അവിടെ ആൾക്കാർ ഒരു ഭയങ്കര 2 മണി കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിർമാല്യം എവിടെ എത്തിയിറക്കും. അങ്ങനെ ഭാഗച്ചാർത്തിനും ഒക്കെ ഉള്ള ഞാൻ ഗുരുവായൂര് ഡാൻസ് കളിക്കാൻ പോയപ്പോഴേ, അതുകൊണ്ട് ഇപ്പൊ എനിക്ക് അടുത്തായിട്ടൊരു 3 കൊല്ലത്തിന്റെ ഉള്ളിൽ എനിക്ക് അത് ഓർമ്മയുണ്ട്. അന്ന് ഞങ്ങൾ ഇതേപോലെ രാത്രി 12 മണി വരെ അമ്പലത്തിലേക്ക് ഇറങ്ങി, 2 മണിയാകുമ്പോഴേക്കും മേക്കപ്പിന് പിന്നെയും പോയി. അപ്പൊ എനിക്ക് ആ ഒരു ദിവസം ഓർമ്മയുണ്ട്. അതിന് ശേഷം ഇപ്പോഴാണ് നല്ല രസമുണ്ടായിരുന്നു, അടിപൊളി. ഇനി നമ്മൾ നേരെ എങ്ങനെ പോകണമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം വീഡിയോ ഇവിടെ നിർത്തുകയാണ് അല്ലേ. യെസ്, ഗുരുവായൂർ വ്ളോഗ് എല്ലാവരും കണ്ട് ഇതായി എന്ന് പറയാൻ വിചാരിക്കുന്നു കേട്ടോ.